ഫാദർ ജോഷി മയ്യാറ്റിൽക്കുളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, നമുക്കറിയാം, ഒരു നിരോധിത തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ സന്യാസത്തെ എങ്ങനെ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ പദപ്രയോഗങ്ങൾ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ മന്ത്രി തന്നെ ആ വാക്കുകൾ കടമെടുത്ത് ഈ സന്യസ്തരെ ഉപയോഗിക്കുന്ന ആ വസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, ഒരു ചില വിഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആ വാക്കുകൾ കളമെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ്. അവർ അതേ കാര്യങ്ങൾ കടമെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് കാണേണ്ടത്, എന്താണ് പ്രതീക്ഷിക്കുന്നത്? റോബിൻ, ഇത് വളരെ വ്യക്തമല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കൊണ്ടുവന്ന നടത്തിയ ആ പ്രയോഗം, അത് കേരള സമൂഹത്തിന് വളരെ കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത്. അതായത് ക്രൈസ്തവ സന്യാസിനികളെ അവഹേളിക്കാനായി ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, അതും പ്രത്യേകിച്ച് ഇപ്പറയുന്ന SDPIയുടെ ഗ്രൂപ്പുകൾ പടച്ചുവിടുന്ന ഈ സാധനം ഒരു കേരളത്തിലെ മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരിക എന്ന് വെച്ചാൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഈ മന്ത്രി നടത്തിക്കൊണ്ടിരുന്ന ഈ ചാട്ടം ഉണ്ടല്ലോ, ഈ ഒരഭിപ്രായത്തിൽ നിന്ന് മറ്റൊരു അഭിപ്രായത്തിലേക്ക്, അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. എങ്ങനെ ഒരു വ്യക്തിക്ക് ഇതുപോലെ കഴിയുന്നുവെന്ന്. പക്ഷേ ഈ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുന്ന ഒരു പണ്ട് നമ്മൾ പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഈ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ കളിപ്പിക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഇതുപോലെ ചാടിക്കളിക്കാൻ മാത്രം പരുവത്തിലായ ഒരു മന്ത്രിയുടെ ഗതികേട്. അദ്ദേഹം ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഒരു സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം വിഷയമാണ്. അങ്ങനെ കുട്ടികളുടെ യൂണിഫോമിനെ കുറിച്ചുള്ള വിഷയത്തിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹെലീന ആ സ്കൂളിന്റെ നിയമങ്ങൾ, കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ആ നിയമങ്ങള് പാലിച്ചു വേണം അവരെല്ലാവരും അവിടെ നിൽക്കാൻ, എല്ലാവരും അവിടെ പഠിക്കാൻ എന്ന് നിഷ്കർഷിക്കാൻ. അത് ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? വ്യക്തമായിട്ട് അത് തന്നെ വേണമെന്നല്ലേ പറയുന്നത്. അതല്ലേ അദ്ദേഹം പറഞ്ഞത്. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സുബോധത്തിന്റെ സമയത്ത് ഈ ചാടിക്കളിക്കട കൊച്ചുരാമ എന്നിങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ ആളില്ലാതിരുന്ന നേരത്ത് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണല്ലോ. ആ സ്കൂളിൽ ഒരു നിയമമുണ്ട്, യൂണിഫോമിനെ കുറിച്ച് നിയമമുണ്ട്, അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? അപ്പോ സ്കൂളിലെ യൂണിഫോമിനെ കുറിച്ചുള്ള ഒരു ചർച്ചയുടെ സമയത്ത്, ഒരു വിവാദത്തിന്റെ സമയത്ത്, എന്തുകൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട, അതും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കത്തോലിക്ക സന്യാസിനിയെ അവഹേളിക്കാൻ ഇടയായി? അത് സന്യാസിനിയുടെ സമർപ്പിത വസ്ത്രത്തെ കുറിച്ചാണെന്ന് ഓർക്കണം. ഒരു സമർപ്പിതയായ സന്യാസിനിയുടെ സമർപ്പിത വസ്ത്രത്തിന്റെ ഭാഗമായ വെയിലിന്റെ അതിനെ ഒരു കുട്ടിയുടെ നിഷ്കർഷ, സ്കൂളിലെ യൂണിഫോം നിഷ്കർഷയുമായി ബന്ധപ്പെടുത്തി പറയാൻ എന്തു ലോജിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കണ്ടത്? യൂണിഫോം എന്നുള്ളത് അവിടുത്തെ ഹെഡ് മിസ്ട്രസിന്റെ യൂണിഫോമിനെ കുറിച്ചാണോ ചർച്ച? യൂണിഫോം എന്നുള്ളത് അവിടുത്തെ അധ്യാപകരുടെ യൂണിഫോമിനെ കുറിച്ചാണോ ചർച്ച? അല്ലല്ലോ. കുട്ടിയുടെ യൂണിഫോമിനെ കുറിച്ചല്ലേ ചർച്ച? കുട്ടികൾക്കല്ലേ യൂണിഫോം നിർബന്ധമായിട്ടുള്ളത്? പിന്നെ എന്ത് ലോജിക്കിലാണ്, എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സന്യാസിനിയുടെ സമർപ്പിത വസ്ത്രത്തെ അവഹേളിക്കാൻ തയ്യാറായത്? വളരെ കഷ്ടമെന്ന് പറഞ്ഞാൽ ഓർക്കണം, ഇത്രയേറെ സന്യാസിനികള് ഈ കേരളത്തിൽ ഈ സമർപ്പിത വസ്ത്രവും ധരിച്ച് ഇത്രയും വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തതിന്റെ ഫലമായിട്ട് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയുണ്ടായത് ഈ മന്ത്രിക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടോ?
അവരുടെ സമർപ്പിത വസ്ത്രമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയായി മാറിയത് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടോ? ഇന്ന് കേരളത്തിലുള്ള നിലവാരമുള്ള ഏത് ഓഫീസറെയും അവരോട് ചോദിച്ചു നോക്കൂ, നിലവാരമുള്ള മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നോക്കൂ, നിലവാരമുള്ള രാഷ്ട്രീയക്കാരോട് ചോദിച്ചു നോക്കൂ, അവരെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ സന്യാസിനികൾ നടത്തിയ സ്കൂളിലൂടെ പഠിച്ചു വന്നവരല്ലേ? ഇനി പ്രത്യേകിച്ച് മന്ത്രി ഇപ്പോ സമർപ്പിത വസ്ത്രത്തെ അവഹേളിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. 194 വർഷം മുൻപ് ഇവിടെ ജനിച്ച മദർ ഏലീശ്വായെ നവംബർ 8-ാം തീയതി ആഗോള സഭയിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ പോകുന്ന സമയമാണ്. ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. നവംബർ 8-ാം തീയതി കേരളത്തിൽ വനിതകളുടെ വിദ്യാഭ്യാസത്തിന്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി സ്കൂൾ ആരംഭിച്ച ബഹുമാനപ്പെട്ട മദർ ഏലീശ്വ, ധന്യയായ മദർ ഏലീശ്വ ഇപ്പോ വാഴ്ത്തപ്പെട്ടവളായി ആഗോള സഭ പ്രഖ്യാപിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ആ തിരുവസ്ത്രം വളരെ കാര്യമായി ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഈ വിദ്യാഭ്യാസ മന്ത്രി STPI ഇറക്കിവിട്ട ഫ്ലയേഴ്സ് അല്ലെങ്കിൽ STPI ഇറക്കിവിട്ട സോഷ്യൽ മീഡിയ സംഗതി എടുത്തിട്ട്, അതും ഈ യൂണിഫോം വിഷയത്തിൽ എത്ര കൃത്യതയോടെയാണ് സെയിന്റ് റീത്ത സ്കൂളിലെ സിസ്റ്റർ ഹെലീന സംസാരിച്ചത്. ബോധമുള്ള എല്ലാ മനുഷ്യർക്കും ആ സിസ്റ്ററിന്റെ ഇടപെടലുകൾ എത്രയോ പ്രിയങ്കരമായിട്ട് മാറി, എത്രയോ വളരെ ജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ട് മന്ത്രി ഇപ്പോൾ ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കാൻ തുനിഞ്ഞു? എന്തുകൊണ്ട് മന്ത്രി ഇപ്പോൾ ക്രിസ്തു വിശ്വാസികളെ വേദനിപ്പിക്കാൻ തുനിയുന്നു? ഇതിന് മന്ത്രി മറുപടി പറയണ്ടേ? ഇതിനു വേണ്ടിയാണോ മന്ത്രി സത്യപ്രതിജ്ഞ നടത്തിയത്? ഭരണഘടന അനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും, നമുക്ക് എല്ലാവർക്കും തുല്യമായി മാന്യമായി ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഓർക്കണം. അവിടെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന മന്ത്രിയുടേതായിട്ട് വന്നിരിക്കുന്നത്. അങ്ങേയറ്റം ഖേദകരമാണ്. അതിശക്തമായി ഞാൻ അതിനെ അപലപിക്കുകയാണ്. ഫാദർ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ കാണാൻ കഴിയുമോ? സത്യത്തിൽ മന്ത്രി ഇപ്പൊ പറയുന്നത് എന്താണ്? ഇതിലൂടെ മന്ത്രി ഇപ്പോ ഈ നമ്മുടെ കേരള ക്രൈസ്തവര് അങ്ങേയറ്റം ബഹുമാനിക്കുകയും അങ്ങേയറ്റം ആദരിക്കുകയും കേരള പൊതുസമൂഹം അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്ന സമർപ്പിതകളെ അവഹേളിച്ചതിലൂടെ ഈ മന്ത്രി എന്ത് സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്? വരുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആരെ പ്രീണിപ്പിച്ച് ഞങ്ങൾക്ക് ഇക്കൂട്ടരെ വേണ്ട എന്ന്, ക്രൈസ്തവ സമുദായത്തെ മൊത്തത്തിൽ വേണ്ട എന്നാണോ വിദ്യാഭ്യാസ മന്ത്രി ഈ അനാവശ്യമായ തികച്ചും അനാവശ്യമായ ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്ന് മാത്രമല്ല, തീവ്രവാദികളായ, അല്ല അതിനപ്പുറത്ത് ഭീകരവാദികളായ, ആ സ്കൂളിലേക്ക് ഇരച്ചുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച STPIയെ എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് അദ്ദേഹം തള്ളിപ്പറയാൻ തയ്യാറായോ? ആ കുട്ടിയുടെ മനോവിഷമത്തിന് കാരണമായവരെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞല്ലോ. ആരാ അതിന്റെ കാരണക്കാര്? STPI അല്ലേ? ഈ ഭീകരവാദികളല്ലേ? അവരുടെ ചട്ടുക്കങ്ങളായ ആ രക്ഷിതാക്കളല്ലേ? അവരെയല്ലേ തള്ളി പറയേണ്ടത്? മറിച്ച് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് എന്താ ചെയ്തത്? ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തുകയല്ലേ ചെയ്തത്. പക്ഷെ സ്കൂളിന്റെ അവകാശങ്ങളെ ഹനിക്കാൻ അവര് തയ്യാറല്ല. കാരണം 30 വർഷമായിട്ട് അവർക്കുള്ള നിയമങ്ങളാണത്. ഈ ഒരു കുട്ടിക്ക് വേണ്ടി അവിടെ 52 കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, മുസ്ലിം പെൺകുട്ടികൾ. അതിൽ 51 പേർക്കും ഇല്ലാത്ത പ്രശ്നം ഈ ഒരു ആഴ്ച മുൻപ് എങ്ങനെയാണ് ആ കുട്ടിക്കുണ്ടായത്? അതിന്റെ പിന്നിൽ ആരാണ്?
എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് യുക്തിയോടെ ചിന്തിക്കാൻ കഴിയാത്തത്, സാമാന്യ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയാത്തത്? അപ്പോൾ സാമാന്യ ബുദ്ധിക്കും അപ്പുറത്തേക്കുള്ള എന്തോ ചിന്തകളൊക്കെ അവരെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഭീകരവാദികളെ, തീവ്രവാദികളെ കൂട്ടി നിർത്തണം. ഇനി ഇവിടെ സമാധാനപരമായി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുന്ന, അതിനുള്ള കടമകൾ കൃത്യമായിട്ട് ചെയ്യുന്ന, അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിലകൊള്ളുന്ന ആരും ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു മന്ത്രിയെയാണോ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ആ വ്യത്യസ്തങ്ങളായ ഭീഷണിയുടെ സ്വരത്തിലൂടെയൊക്കെ മന്ത്രി തന്ന സന്ദേശം എന്ന് തീർച്ചയായിട്ടും സംശയിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വിദ്യാഭ്യാസത്തിനും, ഇവിടെ ആരോഗ്യ പരിചരണത്തിനും, ഇവിടെ സാമൂഹിക ക്ഷേമത്തിനും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള, നേഷൻ ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള നമ്മുടെ സന്യാസിനിമാര് അവരെ ഇതുപോലെ അവഹേളിക്കാൻ തുനിഞ്ഞതില് വളരെയേറെ ഖേദമുണ്ട്, വളരെയേറെ ദുഃഖമുണ്ട്, കഠിനമായ ദുഃഖമുണ്ട്. അത് ശക്തമായ രീതിയിൽ അത് അവതരിപ്പിക്കാതെ വയ്യ. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തില് നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വന്നത്. കാരണം വളരെ വേദനയുണ്ട്, വളരെ വിഷമമുണ്ട്. ഞങ്ങളുടെ സന്യാസിനികളെ അവരുടെ തിരുവസ്ത്രത്തെ ഒരു കാരണവുമില്ലാതെ അവഹേളിക്കാൻ മന്ത്രി തുനിഞ്ഞത്, ആ വേദന അതിശക്തമായ രീതിയിൽ ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. വളരെ നന്ദി ഫാദർ, ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഫാദർ ജോഷി മയ്യാറ്റിൽ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി ഫാദർ.